ഹലോ, സർപ്രൈസ്! അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്രൈഡൽ ഷവറാണ് ചെയ്യുന്നത്. ഇതാണ് ക്രിസ്റ്റി ചേച്ചിയുടെ ബ്രൈഡൽ ഷവറാണ് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ബ്രൈഡൽ ഷവർ നടത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി നാൾ നോക്കിയിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ അറേഞ്ച്മെൻറ്റ്സും ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ലീവിൻ്റെ കാര്യങ്ങളും ഒക്കെ സെറ്റായി വന്നൊരു ദിവസമാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഏകദേശം നമ്മൾ ചൂസ് ചെയ്ത ഡ്രസ്സിൻ്റെ കളർ കോഡ് വൈറ്റ് മെറൂൺ കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ വന്നപ്പം ഏകദേശം മെറൂൺ എന്നുള്ളത് ജസ്റ്റ് റെഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. വൈറ്റും റെഡും കോമ്പിനേഷൻ നന്നായിട്ട് മാച്ചായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരോ സാധനങ്ങൾ ക്രിസ്റ്റേച്ചിക്ക് കൊടുത്തതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗിഫ്റ്റ്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹ സമ്മാനം എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ഇപ്പം നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കണ്ണാടി, ടീം ബ്രൈഡിൻ്റെ കുറച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ കൂടി ഇല്ലാത്ത ഒരാളാണ് ചേച്ചി ഡ്യൂട്ടി ആയിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ശരിക്കും അടിപൊളി കേക്കായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഈ കേക്ക് ക്രിസ്റ്റേച്ചിയുടെ ഏതോ ഒരു ഫ്രണ്ട് ചെയ്ത് കൊടുത്തൊരു കേക്കാണ്. പക്ഷേ അടിപൊളി കേക്കായിരുന്നു ഗൈസ്. എല്ലാവർക്കും കേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും പോയി കേക്കൊക്കെ കഴിച്ചു. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു പരിപാടി, കുറച്ച് നല്ല വാക്കുകൾ ക്രിസ്റ്റേച്ചിനെ പറ്റി പറയാനായിരുന്നു. ഞാൻ ക്രിസ്റ്റീനയുടെ വരുന്നതിന് മുന്നേ നമ്മള് സൗദിയിലെ പ്രോമറ്ററി കോച്ചിങ്ങിനെ കണ്ടുപിടിച്ചതാണ്. ഡിപ്പാർട്ട്മെന്റിലാണ് ക്രിസ്റ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റിക്ക് എന്നും തിരക്കായിരിക്കും. പക്ഷേ എത്ര തിരക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലും എന്താ ചേച്ചി വേണ്ടത്, എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എപ്പോഴും വരുന്ന ഒരാളാണ്. ഞാൻ എന്തൊക്കെയോ ആ സമയത്ത് പറഞ്ഞു ചേച്ചിനെ പറ്റിയിട്ട് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതല്ല ഞാൻ ശരിക്കും പറയേണ്ടത്. കാരണം ക്രിസ്റ്റേച്ചി എനിക്ക് ഇവിടുത്തെ ഒരു സിസ്റ്ററി ഫീൽ തരുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞു വരുമ്പം നമുക്ക് ഒരുമിച്ച് ഡ്യൂട്ടികളൊന്നും കിട്ടാറില്ല. ഈവൻ ഞാൻ ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ചേച്ചിയും ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ഒരാൾ പുൾ ഔട്ടായിരിക്കും. എന്തായാലും നമുക്ക് ഡ്യൂട്ടി ഒരുമിച്ച് വരുന്നത് റെയർ ആയിരിക്കും കേസ്. എന്നാലും നമ്മൾ മാക്സിമം ഉള്ള ടൈം, നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം കണക്റ്റഡ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു ചേച്ചി എന്നൊരു രീതിയിലാണ് എനിക്ക് ക്രിസ്റ്റി ചേച്ചി ശരിക്കും ഉള്ളത്. ഇപ്പം ഒരുപാട് ടയർഡായിട്ട് വൈകിട്ട് ആദ്യം ഞാൻ ഫോൺ എടുത്ത് വിളിക്കുന്നത് ചായ കുടിക്കാൻ പോകാൻ അപ്പോഴായിരിക്കും. ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ എപ്പോഴും റീൽസ് അയച്ചെടുക്കുന്നത് അപർണയ്ക്കായിരിക്കും ഞാൻ ആദ്യമേ അയച്ചെടുക്കുന്നത്. അപ്പോൾ എന്ത് വിളിച്ചാലും അവൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന എൻ്റെ ഫ്രണ്ടും പിന്നെ എൻ്റെ ഡ്യൂട്ടിയിൽ അധികം ഡ്യൂട്ടി ഒരുമിച്ച് കിട്ടിയില്ലേലും കിട്ടിയ ഡ്യൂട്ടി ചിരിച്ചും കളിച്ചും ഒരുമിച്ച് തീർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഷിഫ്റ്റ്സ് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും അവളുടെ ഉള്ളിൽ എന്താണെന്ന് ഒരു സങ്കടം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ക്രിസ്റ്റി ഇവിടെ നേടി പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും നേടി പോകാൻ പറ്റുമെന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞ ഫസ്റ്റ് പേര് ക്രിസ്റ്റിയുടെ പേരാ. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ചുറ്റിന് വരുന്നത് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പം പ്രത്യേക ഒരു സുഖമാണല്ലേ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പയ്യെ ആലോചിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് പോലും നമ്മൾ ഇവൻ മറന്നു പോകും. അങ്ങനെ ഒരു അടിപൊളി ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.